സൗദിയിലെ വിവിധ ടൂറിസം പദ്ധതികളിലേക്ക് ഇന്ത്യക്കാരെയും ക്ഷണിക്കുകയാണ് ടൂറിസം മന്ത്രാലയം. സൗദിയിലെ ഓരോ പ്രവിശ്യകളിലും വ്യത്യസ്തമായ പദ്ധതികളാണ് വരാൻ പോകുന്നത്. ഇതിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണമാണ് സൗദി ആഗ്രഹിക്കുന്നത്. നിയോമിനും റെഡ് സീ പദ്ധതിക്കും പുറമെ രാജ്യത്തെ ഓരോ പ്രവിശ്യകളിലെയും സാധ്യതകൾ തേടുകയാണ് സൗദിയിലെ ടൂറിസം മന്ത്രാലയം. ഇന്ത്യയും അതിൽ ഭാഗമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇക്കാര്യം മീഡിയ വണിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് അസീർ പ്രവിശ്യയിലെ അബഹയിൽ വെച്ച് മീഡിയ വണിനോട് തുറന്നു പറഞ്ഞിരുന്നു. Two things. India is a very important market for us. In terms of size, almost 1 billion people. In terms of net worth, many huge middle segment and up segment. And in terms of culture, we're very close to each other. We value family, we like food. And our food is very close to your food. We have the Saudi Tourism Authority here. They open an office. Where is our office, Fahad? In India? We have two. We have two offices in India, just to reach to the Indian and to invite them to come and experience Saudi Arabia. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ വർഷം മുതൽ വേനൽക്കാല വിനോദ പരിപാടികൾ വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചൂടിലിരിക്കുമ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയും മഴയുമുള്ള അബഹയാണ് വാർത്താ സമ്മേളനത്തിനായി മന്ത്രാലയം തിരഞ്ഞെടുത്തത്. അസീറിലെ ഓരോ ഗ്രാമങ്ങളിലെയും ടൂറിസം സാധ്യതകൾ തേടുകയാണ് ഇതുവഴി സൗദി. വേനൽക്കാലത്ത് വിവിധ വിനോദ പരിപാടികളിൽ വരും വർഷങ്ങളിലും വർദ്ധിപ്പിക്കും. ഇന്ത്യക്കാരുൾപ്പെടെ വിവിധ നിക്ഷേപകരെയും സൗദി അബഹയിലേക്കും അസീറിലേക്കും ഇതിനു പുറമെ സൗദിയിലെ ഓരോ ഭാഗങ്ങളിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. നിക്ഷേപത്തിനായി എത്തുന്നവർക്കുള്ള ഇളവുകളും മന്ത്രാലയം ഉടൻ പ്രഖ്യാപിക്കും. General, and you have a huge Muslim community where we facilitate their visits to the two holy cities. Investors, we welcome them, and we have a deputyship for investment. We will open channels. We will definitely make sure that any Indian investor would like to invest in the travel and tourism sector in Saudi Arabia have been well taken care of, from the Ministry of Investment all the way to the Ministry of Tourism. സൗദിയിലെ വേനൽക്കാല ടൂറിസം മേഖലയാണ് അസീർ പ്രവിശ്യ. ഇവിടം കേന്ദ്രീകരിച്ച് നിലവിൽ 10ഓളം പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. സൗദിയുടെ വിവിധ ഭാഗങ്ങൾ ചുട്ടുപൊള്ളുമ്പോഴും ഇവിടെ മഴയുടെയും കോടയുടെയും നനവുണ്ടാകും. ഇതുപയോഗപ്പെടുത്തി പുത്തൻ ടൂറിസം സാധ്യതകളും സൗദി തേടുന്നുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെ വിവിധ ചരിത്ര സാംസ്കാരിക മേഖലകൾ ഉപയോഗപ്പെടുത്തിയും പദ്ധതികൾ വരും. ഇതിനായി നിക്ഷേപകരെ ആകർഷിക്കാൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ സർക്കാർ ഫീസ് 22% കുറക്കാൻ സൗദി നേരത്തെ തീരുമാനിച്ചിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയും നിക്ഷേപകരെയും പ്രത്യേകമായി സൗദി തേടുന്നുണ്ട്. ഏഷ്യയിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ സൗദി പ്രത്യേകം ലക്ഷ്യം വെക്കുന്നു. It's a very important market for us, and Asia, including China, represent about 40% of the total global travel market. China is an important market. Korea, Japan, Indonesia, Malaysia, India, and name it. And therefore, these markets are very important. We are all Asians. We share a lot of common things, and this is the future. This continent is growing in excess of other continents, and therefore it's a very important market. And I promise you, with your help and with your contribution, we'll work together to make sure that these markets are well taken care of. ഇതിനകം 100 കോടി റിയാലിന്റെ പദ്ധതികൾ അബഹ, അൽസുദ ഉൾപ്പെടെ അസീറിന്റെ വിവിധ മേഖലകളിൽ തുടരുന്നുണ്ട്. ടൂറിസം രംഗത്ത് സൗദി GDPയിലേക്കുള്ള അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ തന്നെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗദിയിലേക്ക് എത്താൻ പ്രത്യേകം ടൂറിസം വിസയുണ്ട്. ഇന്ത്യക്കാർക്കും ടൂറിസം രംഗത്തെ ഈ വിസ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും സൗദി ടൂറിസം മന്ത്രി മീഡിയ വണ്ണിനോട് വ്യക്തമാക്കി. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിനുള്ള സന്തോഷവും അദ്ദേഹം അറിയിച്ചു. Yes, India again is very important market, and we will definitely look into this.
Thank you very much for raising this. We are fully aware of this, and we will make sure that the Indian tourists are among the most important. We tried to compensate this with, any nationality who carries a valid Schengen, US, UK visa can get a visa online. For millions of Indians, they have valid UK, US, Schengen visas. And millions of Indians lives in the GCC, and if they lives in the GCC, they can get an online visa. We are trying to address this request, but hopefully we can do more. നിലവിൽ ഷെൻഗൺ, US, UK വിസയുള്ള ഇന്ത്യക്കാർക്ക് ഇത് ലഭ്യമാണ്. ഇന്ത്യയും സൗദിയും ടൂറിസം രംഗത്ത് സഹകരണം ശക്തമാക്കും. ഇതിന് മീഡിയ ഉൾപ്പെടെ മാധ്യമങ്ങൾക്കും ഒട്ടേറെ പിന്തുണ നൽകാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ സൗദി ടൂറിസം മന്ത്രാലയം മുംബൈയിലും ഡൽഹിയിലും പ്രത്യേകം ഓഫീസ് തുറന്നതും സഹകരണം ശക്തമാക്കുന്നതിന്റെ സൂചനയാണ്. നിക്ഷേപം ലക്ഷ്യം വെച്ച് സൗദിയിലേക്ക് എത്തുന്ന ഇന്ത്യക്കാർക്ക് ടൂറിസം മന്ത്രാലയത്തിലേക്ക് നേരിട്ടെത്തിയാൽ തന്നെ നിക്ഷേപത്തിനുള്ള വഴികൾ തുറന്നു നൽകും.